ഓക്കെ, വിൽ സ്റ്റാർട്ട്. അപ്പോൾ ചാപ്റ്റർ 11 റിമൈനിങ് പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഓഡിറ്റ് ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. ഓഡിറ്റ് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെ എസ്സേസ് ആണ് നമുക്ക് ഓഡിറ്റിന് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ എസ്സേസ് ആണ് റെലവെൻ്റ് ആയിട്ട് പറയുന്നത്? SQC 1 പിന്നെന്താണ് SA 220. SQC 1 is applicable to all engagement, എല്ലാ എൻഗേജ്മെൻറ്റിനും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നേരെ മറിച്ച് SA 220 ഇറ്റ്സ് ഓൺലി ആപ്ലിക്കബിൾ ടു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് CA ഫേംസ് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയണത്? എന്നാലാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവും, CA-കാരൻ ചെക്ക് ചെയ്ത സാധനമാണോ, അന്ന് അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. പിന്നെന്താണ്, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അൺബയസ്ഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഷ്വറൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അതിൽ വി വിൽ ടോക്ക് അബൌട്ട് എന്താണ് SQC 1. SQC 1 എന്താണ് പറയുന്നത്? SQC 1 റിക്വയർസ് ദാറ്റ് ഫേം ഷുഡ് എസ്റ്റാബ്ലിഷ് SQC. ഫേം എന്ത് ചെയ്യണം? ഒരു SQC എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഡിസൈൻഡ് ടു പ്രൊവൈഡഡ് വിത്ത് റീസണബിൾ അഷ്വറൻസ്. എന്തുകൊണ്ടാണ് ഇവിടെയും റീസണബിൾ അഷ്വറൻസ്? ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയാം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ആബ്സല്യൂട്ട് അഷ്വറൻസ് എന്താണ് ഒരു സിസ്റ്റത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം റീസണബിൾ അഷ്വറൻസ് എന്ത്? ദാറ്റ് ദ ഫേമും ഫേമിൻ്റെ ആൾക്കാരും ഓരോ വ്യക്തികളും ഫേം ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ കംപ്ലൈ വിത്ത് എന്ത്? SLR. SLR എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യണം, റെഗുലേറ്ററി ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യണം? അവർ കംപ്ലൈ ചെയ്യണം. ആൻഡ് ഇവിടെ എന്താ ഉപയോഗിച്ചേക്കണേ? അപ്പം ഇവിടെ SQC എന്ത് എൻഷുർ ചെയ്യണം? ഇതും എൻഷുർ ചെയ്യണം, ഇതും എൻഷുർ ചെയ്യണം. ആൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കണം. ആൻഡ് ടു റിപ്പോർട്ട് and reports issued by the firms are appropriate as per the circumstances. ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇഷ്യൂ ആണ്. കമ്പനിയിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇനി പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്താ? പ്രശ്നമില്ല എന്നുള്ളൊരു റിപ്പോർട്ട് വേണം ഇഷ്യൂ കറക്റ്റായിട്ട് ചെയ്യാൻ. എന്നാലാണ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുള്ളൂ. പ്രശ്നം ഉണ്ടായിട്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോ? ഇല്ല, ദർ ഇസ് നോ ക്വാളിറ്റി. ഇനി ഇവിടെ SQC എന്താ ഇതുവരെ പറഞ്ഞേക്കുന്നത്? ഒരു സിസ്റ്റം സെറ്റപ്പ് ചെയ്യണം എന്ന് പറയണം. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ്? എത്തിക്കൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ ഫോർ ക്വാളിറ്റി വിത്തിൻ ദ ഫേം. ഇനി അടുത്ത് എന്താ പറയുന്നത്? എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ. പിന്നെന്താണ്? ക്ലയൻറ്റ് ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെന്താണ്? പെർഫോമൻസ് മോണിറ്റർ. അപ്പോൾ സിമ്പിളായിട്ട് ഇത് എങ്ങനെ ഓർത്തിരിക്കാം? ലീഡർ എത്തിക്കൽ ആണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റും ഹ്യൂമൻ റിസോഴ്സിൻ്റെയും പെർഫോമൻസ് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. ഇനി ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു SQC ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ എൻഗേജ്മെൻറ്റ്. ഓഡിറ്റ് ആയിക്കോട്ടെ SQC ആപ്ലിക്കബിൾ, റിവ്യൂ ആയിക്കോട്ടെ SQC ആപ്ലിക്കബിൾ, അതർ അഷ്വറൻസ് ആയിക്കോട്ടെ SQC ആപ്ലിക്കബിൾ, റിലേറ്റഡ് സർവീസസ് ആയിക്കോട്ടെ SQC എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഇനി അതിൻ്റെ അകത്ത് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ബേസിസിൽ എന്താ പറയുന്നത്? ഫോർ ക്വാളിറ്റി വിത്തിൻ ദ ഫേം. എന്താണ് മമ്മുക്കോയുടെ അടുത്ത് പറയുന്നത്? മമ്മുക്കോയ നീയാണ് ഇതിൻ്റെ ലീഡർ. അപ്പം നിൻ്റെ ജോലിയാണ് ഒരു ക്വാളിറ്റി കൾച്ചർ എന്ത് ചെയ്യുക? സ്ഥാപനത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നിൻ്റെ ജോലിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ വാട്ട് എവർ യു ഡു, ലീഡേഴ്സ് എന്ത് ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു ലീഡ് ബൈ എക്സാമ്പിൾ. ദേ ഹാവ് ടു സെറ്റ് എക്സാമ്പിൾസ്. ഇനി മമ്മുക്കോയ്ക്ക് ഇത് ചെയ്യാൻ സമയമില്ല, അത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ആ കൊടുക്കുന്ന ആൾക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി പറയുന്ന ആൾക്ക് എന്തുണ്ടാവണം? വേണ്ടത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം, അവൻ അതിനുള്ള കഴിവുണ്ടാവണം, അവൻ അത് നടത്തിയെടുക്കാനുള്ള അതോറിറ്റി ഉണ്ടാവണം, പവറും കാര്യങ്ങളും എന്ത് ചെയ്യണം? അതും അവൻ എന്ത് ചെയ്യണം? കൊടുക്കണം. ക്ലിയർ ആവുന്നോ? ഇത് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ക്വാളിറ്റി കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ്? എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് എന്താണ്? IOCPP. ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ. ഇനി അടുത്ത് എന്താ ഇവർ പറയുന്നത്? എത്തിക്സ് മാത്രമല്ല ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണോ? വേണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇവിടെ ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ് ഓൾറെഡി എന്താ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് എഗെയിൻസ്റ്റ് എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതായത് സേഫ് ഗാർഡ്സ് എടുക്കണം. എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഇനി അല്ലെങ്കിൽ എന്താണ്? ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി തുടങ്ങിയതിന് ശേഷമാണ് ഇതെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? യു വിഡ്രോ ഫ്രം ദി എൻഗേജ്മെൻറ്റ്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ഒരു സംവിധാനം ഉണ്ടാവണം. എന്താണ്? യു ഹാവ് ടു ഹാവ് എ മെക്കാനിസം വിത്തിൻ ദ ഫേം. എന്ത്? ആ സീനിയർ ആൾക്ക് എന്താണ്? ഏതൊക്കെ വർക്ക് ഉണ്ടെന്ന് ആർട്ടിക്കിൾസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് അവർക്ക് അയ്യോ ഈ ക്ലയൻറ്റിൻ്റെ വർക്കാണോ നമ്മൾ ചെയ്യാൻ പോകണം, അപ്പോൾ എൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ട്, പ്രശ്നമോ? ഈ ക്ലയൻറ്റിൻ്റെ വർക്കാണോ ചെയ്യുന്നത്? അയ്യോ അയാളായിട്ട് എനിക്കൊരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബ്രീച്ച് ഓഫ് മറ്റേ എത്തിക്സോ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് അറിയിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ട മെഷേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ ഇവിടെ പറയുന്നത്? അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ എന്ത് ചെയ്യണം? നമ്മൾ
നമ്മൾ ഒരു കൺഫർമേഷൻ എന്ത് ചെയ്യണം, എഴുതി വാങ്ങിക്കണം എല്ലാവരുടെയും നിന്നും, ഇൻഡിപെൻഡൻസ് കാര്യങ്ങൾ കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് എന്തായിരുന്നു, ലീഡർ എത്തിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയൊരു ക്ലയൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പഴയ ക്ലയൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്തൊക്കെ നോക്കണം, ക്ലയൻറ്റ് ഓക്കെ ആണോ എന്ന് നോക്കണം, ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, ദാവൂദ് ഇബ്രാഹിമിനെ ഓർക്കുക. അവിടെ എന്താണ്, ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി, അയാളുടെ റെപ്യൂട്ടേഷൻ നോക്കണം, നേച്ചർ ഓഫ് ഓപ്പറേഷൻസ്, അയാളുടെ റെപ്യൂട്ടേഷൻ കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. ഇനി ആ ബിസിനസ്സിൻ്റെ രീതികൾ എങ്ങനെയാണെന്നുള്ള അറിയണം, ഓപ്പറേഷൻസ് ആൻഡ് ബിസിനസ് പ്രാക്ടീസസ് കാര്യങ്ങൾ അറിയണം. പിന്നെന്താണ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ കാര്യങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അക്കൗണ്ടിങ് കൺട്രോൾ കാര്യങ്ങൾ എന്താണ്, ഒരു രീതിയിലും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്, ഫീസ് കുറവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ വെക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാം. അപ്പോൾ ഇവിടെ ലോ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഡിറ്റ് ഫീസ് കുറയ്ക്കും എന്നുള്ള രീതിയിൽ പ്രഷർ ഇടുന്നു. പിന്നെ എന്താണ് പറയുന്നത്, ലിമിറ്റേഷൻ ഓൺ സ്കോപ്പ് ഇമ്പോസ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ലിമിറ്റേഷൻ ഓൺ സ്കോപ്പ്, ഇല്ലീഗൽ ആക്ടിവിറ്റി. എന്താണ് ഇല്ലീഗൽ ആക്ടിവിറ്റി, പ്രീവിയസ് ഓഡിറ്റർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതുവരെ നമ്മൾ എന്താ നോക്കിയത്, ക്ലയൻറ്റ് ഓക്കെ ആണോ നോക്കി. ഇനി ക്ലയൻറ്റ് ഓക്കെ ആണെങ്കിൽ അടുത്ത് എന്ത് നോക്കണം, നമ്മൾ ഓക്കെ ആണോ നോക്കാം. നമുക്ക് ആ ക്ലയൻറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ, സമയമുണ്ടോ, റിസോഴ്സസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ്, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ മീറ്റ് ചെയ്തോ. ഇവിടെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്, എപ്പോഴെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ക്ലയൻ്റായിട്ട് വരാണെങ്കിൽ അത് റിസോൾവ് ചെയ്യാനുള്ള സംവിധാനം എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാവണം. നോ അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹെഡിങ് എന്താണ്, CCC എന്ന് പറയുമ്പോൾ ആൾക്കാർ, കഴിവുള്ള ആൾക്കാരായിരിക്കണം, കോമ്പിറ്റൻസ് ഉള്ളതായിരിക്കണം. കഴിവും കോമ്പിറ്റൻസും ഉണ്ടായിട്ട് കാര്യമില്ല, കമ്മിറ്റ്മെൻറ്റ്, അവന് സ്ഥാപനം വളരണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയും കാര്യങ്ങൾ എന്താണ് ഉണ്ടാവണം, കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവണം. പിന്നെ എന്താണ്, ഹെഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ, റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, ഇതൊക്കെ എങ്ങനെ എൻഷുർ ചെയ്യാം, നമ്മുടെ കമ്പനിയിൽ നല്ല ആൾക്കാർ മാത്രം വരണുള്ളൂ എന്ന് എങ്ങനെ എൻഷുർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ആൾക്കാരെ മാത്രമേ ഹയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെന്താണ്, ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് വേണ്ടത്ര പൈസ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. പ്രൊഫഷണലി അവർക്ക് എന്താണ്, സ്ഥാപനത്തിനകത്തൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. പിന്നെന്താണ്, പെർഫോമൻസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിലോട്ട് വന്നു, എൻഗേജ്മെൻറ്റ് പെർഫോമൻസിലോട്ട് വന്നു. എൻഗേജ്മെൻറ്റ് പെർഫോമൻസിൻ്റെ അകത്ത് എന്താണ്, എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ, പിന്നെ ആരായിരുന്നു, കൺസൾട്ടൻറ്റ്, പിന്നെന്താണ്, ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. ഇവരുടെ കയ്യിലൊക്കെ എന്തുണ്ടായിരുന്നു, ഡോക്യുമെൻ്റ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ. എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ എന്ത് ചെയ്യണം, ആ മെയിൻ ടീമിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ബ്രീഫ് ചെയ്യണം. കാരണം അവർക്കൊരു ഐഡിയ ഉണ്ടാവണം എന്താ ചെയ്യാൻ പോണേ, ആരുടെ വർക്കാണ്, എന്താ ഒബ്ജക്റ്റീവ് എന്നാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ്, ഈ ഒബ്ജക്റ്റീവ് ഓഡിറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏത്, ഈ ഒരു കമ്പനിയുടെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. സൂപ്പർവിഷൻ ചെയ്യണം, ഫസ്റ്റ് എന്ത് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന വർക്ക് എന്താണ്, സൂപ്പർവൈസ് ചെയ്യണം. വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അത് നമ്മൾ റിവ്യൂ കാര്യങ്ങൾ ചെയ്യണം. ദെൻ യു ഹാവ് ടു ഡോക്യുമെൻ്റ് നമുക്ക് പിന്നെ വരാം. അത് കഴിഞ്ഞിട്ട് ഡിഫിക്കൽട്ട് ആൻഡ് കണ്ടിജിയസ് മാറ്റർ ആണെങ്കിൽ നമ്മൾ ആരെ അപ്പോയിൻറ്റ് ചെയ്യണം, കൺസൾട്ടൻ്റ് ആവും. ഫേമിൻ്റെ അകത്തുണ്ടെങ്കിലോ അയാളെ വിളിക്കും, ഫേമിൻ്റെ അകത്തില്ലെങ്കിലോ പുറത്തുള്ള ആളെ വിളിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത് എന്തായിരുന്നു, ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. ഇത് എന്താ പറയുന്നത്, എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ചെയ്ത വർക്ക് വേറൊരാൾ റിവ്യൂ ചെയ്താൽ അത്രയും നല്ലത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റിൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ, എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ. ലിസ്റ്റഡ് എൻറ്റിറ്റി കേസിൽ എന്തായാലും എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. എങ്ങനത്തെ കാര്യങ്ങളാണ് റിവ്യൂ ചെയ്യുന്നത്, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഇനി ഈ പറയുന്ന ആൾക്കാരായിട്ട് ആരും തമ്മിൽ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്, ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇനി കൺസൾട്ടൻ്റ് ആയിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളർ റിവ്യൂവർ ആയിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ നമുക്ക് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് റിസോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഡിറ്റ് റിപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ഇഷ്യൂ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ്, ഡോക്യുമെൻറ്റേഷൻ സൈഡിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഡോക്യുമെൻ്റ് പുതിയത് എഴുതി ഉണ്ടാക്കാനാണ് 60 ദിവസത്തെ കാര്യം പറയണത്. ഓൾറെഡി എഴുതി ഉണ്ടാക്കിയത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 60 ഡേയ്സിൻ്റെ ഒരു ടൈം ഫ്രെയിം പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് എത്ര വർഷം റീറ്റെയിൻ ചെയ്യണം? ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ആ CA ഫേമിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം കൊടുക്കാൻ. പിന്നെ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം?
കോൺഫിഡൻഷ്യലായിട്ട് സേഫ് കസ്റ്റഡി ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ആക്സസിബിൾ ആയിരിക്കണം, റിട്രീവ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് ക്ലിയർ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? വി ടോക്ക്ഡ് അബൌട്ട് മോണിറ്ററിങ്. ഇതിൻ്റെ അകത്ത് എന്താ പറയണേ? SQC എന്തിനു വേണ്ടി സെറ്റപ്പ് ചെയ്തോ ആ സെറ്റപ്പ് ചെയ്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് മെയിൻലി മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ SQCൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പോളിസി പ്രൊസീജിയർ, ഏത് പോളിസി പ്രൊസീജിയർ? SQCൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പോളിസി പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. SQCയുടെ ഭാഗമായിട്ട് ഇവിടെ പോളിസി പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. SQCയുടെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ പോളിസി പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലയൻറ്റിനെ സെലക്ട് ചെയ്യാൻ. ഇവിടെ നമ്മൾ പോളിസി പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോളിസി പ്രൊസീജിയർ എല്ലാം ഉദ്ദേശിച്ച ദൗത്യം നടത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പോളിസി പ്രൊസീജിയറൊക്കെ റെലവൻ്റ് ആണോ? ഈ പോളിസി പ്രൊസീജിയറൊക്കെ അഡിക്വേറ്റ് ആണോ? ഇത് ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ് ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇത് മറ്റ് എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്യണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. ഈ മോണിറ്ററിങ് ഇവാലുവേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെ? ഓൺഗോയിങ് ഇവാലുവേഷൻ എല്ലാ ദിവസവും ഇങ്ങനെ നിരന്തരമായിട്ട് ചെക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ എന്താണ്, ഒരു ഡേറ്റ് എടുത്തിട്ട് പീരിയോഡിക് ആയിട്ട് എന്ത് ചെയ്യാം? ആ ഫയൽ എടുത്ത് നീ ഇതുവരെ ചെയ്തെന്ന് നോക്കട്ടെ, ഇന്ന് നോക്കട്ടെ എന്ന് എന്ത് ചെയ്യാം? അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ എന്താണ് ഇതിൻ്റെ പർപ്പസ്? നേരത്തെ പറഞ്ഞു SQC എന്തിനാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ച് ആ പർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ. SQCയുടെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു? രണ്ട് കാര്യങ്ങൾ എന്തായാലും പറയാൻ പറ്റും. SLR സ്റ്റാറ്റ്യൂട്ടറി, പിന്നെന്താണ് ഈ പറയുന്ന ലീഗൽ ആൻഡ് റെഗുലേറ്ററി കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാം? നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ട് സാഹചര്യത്തിന് അനുയോജ്യമാണോ എന്ന്. പിന്നെന്താണ് SQCയുടെ ഡിമ്മ്, അതൊന്ന് നോട്ടിൻ്റെ ബാക്കിൽ എഴുതി വെക്കണേ. ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്, അതൊരു ടെക്നിക്കൽ വേർഡാണ്. ഇൻറ്റേർണൽ കൺട്രോളുടെ ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻ്റെനൻസ്. കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണം, ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, അത് അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വേണ്ട രീതിയിലും ചേഞ്ചസ് മെയിൻ്റെനൻസും വരുന്നത്. സിമ്പിളായിട്ട് ഓർത്ത് എന്താ? ടൈം ടേബിൾ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണം. CA ഇൻ്ററിന് 2 മണിക്കൂർ പഠിക്കുന്ന ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ദർ ഇസ് എ ഡിസൈൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 10 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ ആണെങ്കിലോ ഡിസൈൻ കറക്റ്റാണ്. ഇനി 10 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കി പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, അപ്പോഴും പ്രശ്നമാണ്. അപ്പം 10 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കി 10 മണിക്കൂർ തന്നെ പഠിച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റാണ്. പിന്നെ ചില സമയത്ത് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ദാറ്റ് ഈസ് ആക്ച്വലി മെയിൻ്റെനൻസ് കാര്യങ്ങൾ. ഇത്രയും ക്ലിയർ ആണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? വി ടോക്ക്ഡ് അബൌട്ട് എന്താണ്? SA 220 എന്തിനാണ് ആപ്ലിക്കബിൾ? ഓഡിറ്റ്. SA 220യുടെ ഫുൾ ഫോം എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ഫോർ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. SA 220 ഇതേപോലെ തന്നെയാണ്, SQC 1 പോലെയാണ്. ഓൺലി തിങ് ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു ഓഡിറ്റ്. പിന്നെ മെയിൻ വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫേം CEO എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിനാണ് ആ ഉത്തരവാദിത്തം. ക്ലിയർ? പിന്നെ SA 220 is premised on the basis that the firm is subject to SQC. ഇവിടെ ഫേം, ഇവിടെ ഓഡിറ്റർ, പിന്നെന്താണ് ഇവിടെ ഫേം ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ, ഇവിടെ എന്താണ് ഓഡിറ്റ് കംപ്ലൈസ്, ഇവിടെ എന്താണ് റിപ്പോർട്ട് ഇഷ്യൂഡ് ബൈ ദ ഫേം ഇസ് അപ്രോപ്രിയേറ്റ് ആസ് പെർ ദ സർക്കംസ്റ്റൻസ്, ഇവിടെ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂഡ് ഇസ് ആസ് പെർ ദി കാര്യങ്ങൾ. പിന്നെ ഇവിടെ എന്താണ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് വിത്തിൻ ദ ഫേം, ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഓഡിറ്റ്, ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് സ്പെസിഫിക് എൻഗേജ്മെൻറ്റ്, ഇവിടെ എന്താ പറയുന്നത് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ഇതാണ് മെയിൻ സംഭവം. ഇവിടെ ഒരു മെയിൻ വ്യത്യാസമുണ്ട്. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അസൈൻമെൻറ്റ് ഓഫ് എൻഗേജ്മെൻറ്റ് ടീം, കറക്റ്റായിട്ടുള്ള ആ ടീമിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ്സിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് കാര്യങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, വെക്കണം. ക്ലിയർ ആണോ അത്? ഓക്കെ.